ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഈ പഴത്തിൻ്റെ തൊലിയുണ്ടല്ലോ, ഇതൊന്നും നമ്മൾ വെറുതെ പറമ്പിലോട്ട് വലിച്ചെറിയേണ്ട. ഇത് നമുക്ക് ചെടികൾക്ക് നല്ല രീതിയിൽ തന്നെ വളമാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഇതൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതൊരു വലിയൊരു പാത്രത്തിലോട്ട് ഇട്ട് അത് മുങ്ങി നിൽക്കാൻ പാകത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തൊരു 2-3 ദിവസം ഇത് വെക്കണം. ഒരു 3 ദിവസത്തിന് ശേഷം ഈ വാഴപ്പഴത്തിൻ്റെ തൊലിയൊക്കെ നല്ല പോലെ വെള്ളത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിലുള്ള ഈ വെള്ളം മാത്രം ഒരു പാത്രത്തിലോട്ട് നമുക്ക് എടുക്കാം. എന്നിട്ട് അതിൻ്റെ ഇരട്ടി വെള്ളവും ചേർത്ത് അതിനെ നേർപ്പിച്ച് നമുക്ക് എല്ലാത്തരം ചെടികൾക്കും ഇത് ഒഴിച്ചു കൊടുക്കാം. പച്ചമുളകിനൊക്കെ നല്ല റിസൾട്ടാണ് കേട്ടോ. ഈ പഴത്തിൻ്റെ തൊലി ഇതുപോലെ സ്ലെറിയാക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് തന്നെ മുളകിൽ പൂക്കളും കായ്കളും ഉണ്ടാകുന്നതാണ്. അതുപോലെ റോസാ ചെടിയിലൊക്കെ നിറയെ പൂക്കളുണ്ടാകാനൊക്കെ ഒത്തിരി നല്ലതാണ്. നല്ല കരുത്തോടെ തന്നെ ചെടി വളർന്നു വരും. ആഴ്ചയിൽ ഒരു വട്ടമൊക്കെ ഇത് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. ഫുൾ വീഡിയോ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം.